മലയാളികൾക്ക് പ്രിയങ്കരിയാണ് ഗായിക അമൃത സുരേഷ്. സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയിലെ മത്സരാർത്ഥിയായി എത്തിയ കാലം മുതൽക്കേ മലയാളികൾക്ക് സുപരിചിതയാണ് ഈ ഒരു താരം. അതിനുശേഷം അമൃതയുടെ കരിയറിലും ജീവിതത്തിലും സംഭവിച്ചത് പ്രേക്ഷകർ കണ്ടതാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളെ ഒക്കെ പൊരുതി മറികടന്ന് മുന്നോട്ട് പോവുകയായിരുന്നു താരം. മകൾക്കൊപ്പം സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കുകയാണ് അമൃത ഇപ്പോൾ. സോഷ്യൽ മീഡിയയിലെ സജീവമാണ് അമൃത. സംഗീതം, സ്റ്റേജ് ഷോ, കുടുംബം, കൂട്ടുകാർ, യാത്രകൾ തുടങ്ങി എല്ലാ സന്തോഷങ്ങളും അമൃതയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ ആരാധകർ അറിയാറുണ്ട്. തന്റെ എല്ലാ വിശേഷങ്ങളും താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുമുണ്ട്. താരത്തിന്റെ കുടുംബജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചാ വിഷയമായിരുന്നു. അടുത്തിടെ ഒരു ഇടവേള എടുത്ത് ആത്മീയ യാത്ര നടത്തി മനസ്സിനെ ശാന്തമാക്കാൻ അമൃത തീരുമാനിച്ചിരുന്നു. ഇപ്പോഴിതാ വാട്സപ്പ് സ്കാം വഴി 1.5 ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് പറയുകയാണ് അമൃത. അമൃതയുടെ ബന്ധുവിന്റെ വാട്സപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടതിന് പിന്നാലെയാണ് അമൃതയും ഈ ഒരു ചതിക്കുഴിയിൽപ്പെട്ടത്. 1.5 ലക്ഷത്തോളം രൂപ ആവശ്യപ്പെട്ടുള്ള കസിന്റെ മെസ്സേജ് വന്നപ്പോൾ അത്യാവശ്യമാകുമെന്ന് കരുതി മറിച്ചൊന്നും ചിന്തിക്കാതെ പണം ഗൂഗിൾ പേ ചെയ്തു. പിന്നീട് വീണ്ടും കുറച്ചുകൂടി പണം ആവശ്യപ്പെട്ട് മെസ്സേജ് വന്നപ്പോൾ കാര്യം തിരക്കാമെന്ന് കരുതി കസിനെ ഫോൺ വിളിച്ചപ്പോഴാണ് അതൊരു ഓൺലൈൻ സ്കാം ആയിരുന്നു എന്ന് മനസ്സിലാകുന്നത്. എനിക്ക് പറ്റിയ പുതിയ മണ്ടത്തരത്തെ കുറിച്ച് പറയാനാണ് ഈ ഒരു വീഡിയോ. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മണ്ടത്തരമല്ല, അതിനി ഏതായാലും ഇല്ല. ഇത് പറഞ്ഞാണ് അമൃതയുടെ വീഡിയോ ആരംഭിക്കുന്നത്. കൂനിന്മേൽ കുരുവെന്ന് പറയുന്നത് പോലെ പണി കിട്ടി 45,000 രൂപയോളം വെറുതെ കളഞ്ഞിട്ടിരിക്കുകയാണ് അമൃതയെന്ന് സഹോദരി അഭിരാമിയും പറയുന്നുണ്ട്. മഴക്കാലവും സ്കൂൾ ഓപ്പണിംഗും എല്ലാം ഉള്ളത് കൊണ്ട് ആർട്ടിസ്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള സമയമാണല്ലോ ഇപ്പോൾ. അങ്ങനെ അടുത്തിടെ ഒരു വാട്സപ്പ് സ്കാമിൽ ഞാൻ ഉൾപ്പെട്ടു. ഇങ്ങനൊരു സ്കാം നടക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സ്കാമിന് ഇരയായപ്പോൾ മുതൽ ഈ സമയം വരെ ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു പ്രശ്നമാണ്. സ്ട്രെസ് വന്നാൽ എനിക്ക് ചിരി വരും. പിന്നെ കിളി പൊട്ടന്മാരെ പോലെ ഇരിക്കും. വീട്ടിൽ വലിയ ഇഷ്യൂ നടന്നാലും ഞാൻ ചിരിച്ചുകൊണ്ടേയിരിക്കും. പിന്നീട് ആരുമില്ലാത്ത സമയത്ത് മാത്രമേ ആ ഒരു വിഷമം പുറത്തു വരും. നമ്മൾ ഫോൺ വിളിക്കാനായി ഡയൽ ചെയ്ത് കഴിയുമ്പോൾ കേൾക്കുന്ന അനൗൺസ്മെന്റ് ഇതുവരെയും എനിക്ക് ഒരു അലോസരമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. സൈബർ കുറ്റവാളികളെ കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നതാണ് ആ ഒരു അനൗൺസ്മെന്റ്. തട്ടിപ്പിനിരയായി വിളിക്കാനുള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പറും ആ ഒരു അനൗൺസ്മെന്റിൽ പറയുന്നുണ്ട്. അതൊന്നും മുൻപ് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഒരു ദിവസം സ്റ്റുഡിയോയിലായിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ കസിൻ ചേച്ചി പണം ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചത്. എമർജൻസി ആണ്, 45,000 രൂപ അയക്കാമോ എന്നാണ് ചോദിച്ചത്. ഒപ്പം ഒരു UPI ID അയച്ചു. ചേച്ചിയുടെ UPI വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇതിലേക്ക് അയക്കാനാണ് പറഞ്ഞത്. എമർജൻസി ആയതുകൊണ്ട് കൂടുതൽ ചോദിക്കാതെ ഞാൻ പണം അയച്ചു കൊടുത്തു. കൂടാതെ സ്ക്രീൻഷോട്ടും എൻ്റെ ഒരു സെൽഫിയും വരെ അയച്ചു. അപ്പോൾ തന്നെ താങ്ക് യു മെസ്സേജും വന്നു. കൂടാതെ കുറച്ച് പൈസ കൂടി അയക്കാമോ എന്ന് ചോദിച്ചു. ഉടൻ ഞാൻ ചേച്ചിയെ വീഡിയോ കോൾ ചെയ്തു. പക്ഷെ ആരും എടുത്തില്ല. കോൾ കട്ടായി. അതിനുശേഷം ഞാൻ നോർമൽ കോൾ വിളിച്ചു. അപ്പോൾ അപ്പുറത്തെ തലയ്ക്കൽ കരച്ചിലും നിലവിളിയുമാണ് കേട്ടത്. എന്റെ വാട്സപ്പ് ആരോ ഹാക്ക് ചെയ്തു, നീ പൈസയൊന്നും അയച്ചു കൊടുക്കരുതേ എന്നാണ് ചേച്ചി പറഞ്ഞത്. പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു. എനിക്ക് മാത്രമല്ല, ചേച്ചിയുടെ കോണ്ടാക്റ്റിലുള്ള ഒരുപാട് പേർക്ക് ഇങ്ങനെ പണം ആവശ്യപ്പെട്ട് മെസ്സേജ് പോയിട്ടുണ്ട്. ചേച്ചി ഒരു പാഴ്സൽ ഓർഡർ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കോൾ ആകുമെന്ന് കരുതി പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് വന്ന കോൾ എടുത്തതോടെയാണ് ഈ പ്രശ്നമായത്. ശേഷം ഞങ്ങൾ സൈബർ സെല്ലിൽ പരാതിപ്പെട്ടുവെങ്കിലും കാര്യമുണ്ടായില്ല. അപ്പോഴേക്കും തട്ടിപ്പ് സംഘം പണം ATM നിന്ന് പിൻവലിച്ചിരുന്നു. സംഭവം നടന്ന് 1 മണിക്കൂറിനുള്ളിൽ ഉദ്യോഗസ്ഥർ സഹായം തേടിയാൽ പണം ചിലപ്പോൾ തിരികെ കിട്ടുമായിരുന്നുവെന്നും അമൃത അനുഭവം പങ്കിട്ടു. അപ്പോൾ ഈ ഒരു സ്കാമിനെ കുറിച്ചാണ് അമൃത നമ്മളോട് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ അലേർട്ട് ആയിരിക്കേണ്ട ഒരു സമയം തന്നെയാണ്. ഓക്കെ, ഇതുപോലെയുള്ള ചതിക്കുഴിയിൽ നമ്മൾ വീഴാതെ ശ്രമിക്കുക. അതുപോലെ തന്നെ അമൃതയുടെ വ്യക്തി ജീവിതം പലപ്പോഴും വാർത്തകളിലൊക്കെ നിറയാറുണ്ട്. നടൻ ബാലയുമായിട്ട് വേർപിരിഞ്ഞത്, സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായിട്ട് ലിവിംഗ് റിലേഷനിലായിരുന്നല്ലോ, അതെല്ലാം ഭയങ്കര വാർത്ത തന്നെയായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ ഒരു ഗോപി സുന്ദറുമായിട്ട് അമൃത വേർപിരിഞ്ഞ് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇരുവരും പരസ്പരം ഇൻസ്റ്റയിൽ അൺഫോളോ ചെയ്തതും ഈ ഒരു പ്രണയ പോസ്റ്റ് നീക്കം ചെയ്തതും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവെക്കാതെയും ആയപ്പോഴാണ് ഈ ഒരു അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടിയത്. കാശിയിലൊക്കെ ദർശനം നടത്തിയ ചിത്രങ്ങൾ അമൃത പങ്കുവച്ചിരുന്നു. ഇതിന് പിന്നാലെ അമൃത തീർത്ഥാടനത്തിലാണോ ആത്മീയ യാത്രയിലാണോ എന്നുള്ള ചോദ്യങ്ങളും ഉയർന്നു. 2010 അമൃത സുരേഷും നടൻ ബാലയും പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത്. 2012 ദമ്പതിമാർക്ക് ഒരു പെൺകുഞ്ഞും ജനിച്ചു. മകൾക്ക് 3 വയസ്സായ മുതൽ ഇരുവരും വേർപിരിയാനും തീരുമാനിച്ചു. 2015 താരങ്ങൾ 2 ഇടങ്ങളായി താമസിക്കുന്നത്. ശേഷം 2019 നിയമപരമായിട്ട് ബന്ധം ഏർപ്പെടുത്തി. എന്നാൽ മകളുടെ കാര്യത്തിൽ പലപ്പോഴും വിവാദങ്ങളും ഉണ്ടാക്കി നടൻ ബാല രംഗത്ത് വരാൻ തുടങ്ങിയതോടെയാണ് പ്രശ്നങ്ങൾ രൂക്ഷമാവുന്നത്.
ബാലയുടെ ഉപദ്രവത്തെ തുടർന്ന് പലപ്പോഴും ചോര തുപ്പി ആ വീട്ടിൽ കിടന്നിട്ടുണ്ട്. ബാല ആശുപത്രിയിൽ കിടക്കുമ്പോഴും നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചു. പക്ഷേ ഇന്നും താൻ ചികിത്സയിലാണ്. അന്ന് അടിയും തൊഴിയും കൊണ്ടതിന്റെ ആ ഒരു ആഘാതം വലുതായിരുന്നു എന്നും അമൃത പറഞ്ഞിരുന്നു. ബാല വിവാഹം ചെയ്യുന്നതിന് മുൻപ് മറ്റൊരു വിവാഹം ചെയ്തിരുന്നു എന്നും ഈ ഒരു അമൃത പറയുകയുണ്ടായി. കുറച്ചു നാളുകൾക്ക് മുൻപ് വിവാഹമോചന കരാറിലെ കോംപ്രമൈസ് എഗ്രിമെന്റിൽ കൃത്രിമം കാണിച്ചെന്നും തന്റെ ഒപ്പ് വ്യാജമായിട്ട് ഇട്ടെന്നും കാട്ടി അമൃത ബാലയ്ക്കെതിരെ പരാതി നൽകിയിരുന്നു. കരാറിന്റെ 5-ാം പേജ് വ്യാജമായി ഉണ്ടാക്കി മകളുടെ പേരിലുള്ള ഇൻഷുറൻസിലും തിരിമറി കാണിച്ചു. പ്രീമിയം തുക അടയ്ക്കാതെ വഞ്ചിച്ച് ഇൻഷുറൻസ് തുക പിൻവലിച്ചു. ബാങ്കിൽ മകൾക്കായി നിക്ഷേപിച്ചിരുന്ന 15 ലക്ഷം രൂപ പിൻവലിച്ച് വ്യാജരേഖ ഉണ്ടാക്കിയെന്നും ബാല കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു. ഇന്ന് തുടങ്ങിയ പരാതികൾ തന്നെയാണ് അമൃത ബാലയ്ക്കെതിരെ നൽകിയത്. നേരത്തെ ഇവരുടെ മകൾ പാപ്പു എന്ന അവന്തിക ബാലയ്ക്കെതിരെ രംഗത്തെത്തിയതും വാർത്തയായിരുന്നു. എന്റെ അച്ഛനെ ഇഷ്ടപ്പെടാൻ എനിക്കൊരു കാരണം പോലുമില്ല. എന്നെയും അമ്മയും എല്ലാം ശാരീരികമായി ഉപദ്രവിച്ചിട്ടുള്ള ആളാണ് അച്ഛൻ. ഞാൻ വളരെ കുഞ്ഞായിരുന്നു. മദ്യപിച്ച് വീട്ടിൽ വന്ന് അമ്മയെ മർദ്ദിക്കുകയും ഒരു കാരണവുമില്ലാതെ എനിക്കത് കാണുമ്പോൾ വിഷമമാകും. കുഞ്ഞായിരിക്കുമ്പോൾ അച്ഛൻ എന്റെ മുഖത്തേക്ക് ഒരു ഗ്ലാസ് ബോട്ടിൽ എറിഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്നെയും അമ്മയും ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. അമ്മ കൈവച്ച് ബ്ലോക്ക് ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഒന്നും പറ്റാതിരുന്നത്. ഒരു പ്രാവശ്യം കോടതിയിൽ നിന്ന് അക്ഷരാർത്ഥത്തിൽ എന്നെ വലിച്ചിഴച്ച് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. ഒരു റൂമിലിട്ട് ഭക്ഷണം ഒന്നും തരാതിരുന്നു എന്നായിരുന്നു പാപ്പു പറഞ്ഞിരുന്നത്.